ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനും കമൻറ്റ് വിടുന്നതിനും ഒക്കെ വളരെയധികം നന്ദി. മുടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറയാം. ഇന്നലെ ഞാനൊരു പാക്ക് കാണിച്ചു തന്നല്ലോ, കുക്കുംബർ പ്ലസ് ഒലിവ് ഓയിൽ. കുക്കുംബറിൻ്റെ പേസ്റ്റ് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത് അതിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളത് നല്ല ബെസ്റ്റ് ആട്ടോ അത്. ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് മുടി കൊഴിച്ചിൽ കുറയും. അതപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും കേട്ടോ. നല്ല ഇതാണ്, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ആട്ടോ അത് തേച്ച് പിടിപ്പിച്ചത്. ഇന്നലെ രാത്രി മുഴുവനും അത് തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കഴുകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നീലിബ്രിങ്ങാതി എണ്ണയും കൂടാതെ നമ്മുടെ ഉലുവ മുളപ്പിച്ച എണ്ണയുണ്ടല്ലോ, കരിഞ്ജീരകം ഇട്ടത്, അതും കൂടി തേച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഓയിലാണ് മുടിയിലുള്ളത്. ഇന്നലത്തെ ഒലിവ് ഓയിൽ പ്ലസ് നീലിബ്രിങ്ങാതി ഇന്നത്തെ. അതോടുകൂടി തന്നെ നീലിബ്രിങ്ങാതി തേച്ച ഉടനെ തന്നെ ഉലുവ മുളപ്പിച്ച കരിഞ്ജീരകം ഇട്ടുള്ള എണ്ണ കേട്ടോ. ഇത് എന്താ, മുളപ്പിച്ച ഉലുവയിൽ കരിഞ്ജീരകവും കൂടി ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണ ആണ് കേട്ടോ. അപ്പോൾ ഇതും തേച്ചു. അപ്പം ഇതെങ്ങനെയാ ഞാൻ ഈ ഉലുവ മുളപ്പിക്കണേന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ. ഇതുപോലെ കറ്റാർ വാഴ എടുത്തിട്ട് നമ്മൾ കറ്റാർ വാഴയുടെ 2 സൈഡും കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ, ഒരു വശത്തെ തൊലി കളയണ്ട, 2ആക്കി പിളർക്കാം. നമുക്ക് 2ആക്കി പിളർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഉലുവ, നല്ല ഉലുവയായിരിക്കണം കേട്ടോ. പഴയ ഉലുവയായാൽ മുളയ്ക്കില്ല. നല്ല ഉലുവ എടുത്തിട്ട് ഇത് 2ആയി കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഉലുവ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതുകൊണ്ട് അടച്ചിട്ട് ഒരു തുണിയിൽ കെട്ടി, കോട്ടൺ തുണിയിൽ കെട്ടി നൂല് കൊണ്ട് ചുറ്റി വെക്കാം കേട്ടോ. ചുറ്റിയിട്ട് ഇത് എവിടെയെങ്കിലും നമ്മൾ അധികം വെയിലും വേണ്ട, അധികം മഴയും കൊള്ളാത്ത നമ്മൾ ഈ വല്ല ജനൽപ്പടിയിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാം. വെച്ച് 3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ വെച്ചിരിക്കുന്ന ഉലുവ എല്ലാം മുളച്ചിരിക്കുന്നതായിട്ട് കാണാം നമുക്ക്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആ ജെല്ലും മുളച്ച ഉലുവയും കൂടി ഇങ്ങനെയുള്ള ഒരു കുപ്പിയിൽ, ചില്ലുകുപ്പിയാണ് കേട്ടോ, ചില്ലുകുപ്പിയിൽ നമ്മൾ ഇട്ട് വെക്കാം. ആവശ്യമെങ്കിൽ കരിഞ്ജീരകം കൂടി ഇടാം കേട്ടോ. ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കരിഞ്ജീരകം. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് കെട്ടി ഉലുവ എങ്ങനെയാണ് അതിൽ മുളപ്പിക്കണേന്ന് കാണിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഉലുവ കെട്ടി വയ്ക്കും. ഈ 2ആയിട്ട് പിളർക്കും. അലോവര ലീഫ് 2ആയിട്ട് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിരത്തി വയ്ക്കും. എന്നിട്ടാണ് കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുന്നത്. അപ്പോൾ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉലുവ എല്ലാം ആ ജെല്ല് കൊണ്ട്, അലോവരയിൽ മുളപ്പിച്ച ഉലുവ, അത് അലോവരയുടെ റിസൾട്ടും കിട്ടും, ഉലുവയുടെ റിസൾട്ടും കിട്ടും, മുളപ്പിച്ചതിൻ്റെ റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ബെസ്റ്റാണത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് നല്ലതാണ്. പെട്ടെന്ന് മുടി വളരും, ധാരാളം മുടി വളരും, മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. ഡബിൾ ആണ് എഫക്റ്റ് കേട്ടോ. ഇത് രണ്ടും, അതായത് ഉലുവ മുളപ്പിച്ചതും ജെല്ലും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചിരണ്ടി ഈ കുപ്പിയിലിട്ട് വെക്കുക, വെളിച്ചെണ്ണയിൽ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാൻ തയ്യാറാണ്. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഉലുവ മുളപ്പിക്കുന്നത് എങ്ങനെയാന്ന് അലോവര ജെല്ലിൽ, അതല്ലെങ്കിൽ ഇതിലിട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ഇതുപോലെ ഈ കുപ്പിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കുമല്ലോ. ഇട്ട് വെക്കുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണ തീർന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. ഒരു കൊല്ലമൊക്കെ ഇരിക്കും കേട്ടോ. ഇതിനകത്തേക്ക് ഇട്ട് വെച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിങ്ങനെ കുറേ നമുക്ക് തോന്നുവാണ് കുറച്ചുകൂടി മുളപ്പിച്ചത് ഇടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും ഉലുവ മുളപ്പിക്കുക, ഇതിനകത്തേക്ക് തന്നെ ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് അത് തേച്ചാൽ മതി. നല്ല റിസൾട്ടാണ്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പല എണ്ണകൾ മാറി തേക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് തേക്കുന്നവര് ആദ്യം നിറയെ തേക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. സൈഡിലേക്കൊക്കെ മാറി മാറി തേച്ച് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ചിലവർക്ക് സംശയം ഉണ്ടാവും പല എണ്ണ തേക്കുമ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ലേന്ന്. അങ്ങനെയില്ല കേട്ടോ. കാരണം ചിലവർക്ക് പക്ഷെ ശീലം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. എന്നിട്ട് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ കുറച്ചുകൂടി അളവ് കൂട്ടി കൂട്ടി വരാം. ഏറ്റവും ഒടുവിൽ വേണം നമുക്ക് നെറുകയിൽ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. ആദ്യം ഏതെണ്ണയും നമ്മൾ പുതിയതായിട്ട് തേക്കുന്ന ഏതെണ്ണയും നമ്മൾ ആദ്യം നെറുകയിൽ തേക്കരുത് കേട്ടോ. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് നീർപ്പിടുത്തം ഉണ്ടാവും കേട്ടോ. കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഏത് എണ്ണ തേക്കുന്നതിന് മുമ്പ് രാസനാദിപ്പൊടി നെറുകയിൽ തിരുമ്മിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ തേച്ചിട്ട്, അതായത് ഓവർനൈറ്റ് വെക്കാൻ പറ്റാത്തവർ വെക്കണ്ട കേട്ടോ. നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് വിടുത്തുമ്പോൾ അല്പം തൊട്ട് വിടുത്താം. അപ്പോൾ ഈ പുറത്ത് പോവാത്ത ദിവസങ്ങളിൽ എണ്ണ കൂടുതൽ തേക്കാമെന്ന് പറഞ്ഞല്ലോ ഞാൻ. പുറത്തേക്ക് പോകുമ്പോൾ പൊടി പടലങ്ങളൊക്കെ വന്ന് പിന്നെ ഈ എണ്ണയും മുടിയും കൂടി കുഴഞ്ഞിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അധികം എണ്ണ തലമുടിയിൽ പരട്ടണ്ട കേട്ടോ. ഇപ്പോൾ 2 ദിവസം വീട്ടിൽ നിൽക്കുന്ന കൊണ്ടിട്ടാണ് ഞാൻ ഇത്ര എണ്ണ തേച്ച് പിടിപ്പിച്ചത് കേട്ടോ. എണ്ണ കൂടുതലാണ് എൻ്റെ മുടിയിൽ. ഇത്രയും എണ്ണ തേച്ചല്ലോ. നമ്മളുടെ ഈ കുക്കുംബറും ഒലിവ് ഓയിലും തേച്ച് ഓവർനൈറ്റ് പിടിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ നീരുബൃങ്ങാതി എണ്ണയും വെളിച്ചെണ്ണ എന്തായിക്കോട്ടെ കുഴപ്പമില്ല. നീരുബൃങ്ങാതിയും പിന്നെ നമ്മുടെ ഈ മുളപ്പിച്ചതും കൂടി തേച്ചു കേട്ടോ. മിക്സ് ചെയ്തിട്ട് തേക്കാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാത്തിനും നല്ല റിസൾട്ട് ഒന്നിച്ച് കിട്ടും നമുക്ക്. അങ്ങനെയും തേക്കാം കേട്ടോ. അപ്പം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് പോകാത്ത ദിവസം നമുക്ക് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അതല്ല നമുക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം പുറത്തേക്കൊക്കെ പോകണം എന്നുള്ളവർ നെല്ലിക്കപ്പൊടി തേച്ചിട്ട് ആ എണ്ണ മെഴുക്ക് അധികമുള്ളത് കളഞ്ഞാൽ മതി കേട്ടോ. നെല്ലിക്കപ്പൊടി അപ്പോൾ 2 ഗുണം ഉണ്ടാവും നമുക്ക്. എണ്ണയും പോവും, അഴുക്കും പോവും, കൂടാതെ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. നല്ല സുഖമായിട്ട് ഉറക്കമൊക്കെ വരും. നിങ്ങൾ ഈ നെല്ലിക്കപ്പൊടിയുടെ പാക്ക് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് നല്ല ഉറക്കം ഉണ്ടാവും കേട്ടോ. നമുക്ക് നല്ല തണുപ്പ് തരും. അപ്പൊ ഈ അയണാണ് കേട്ടോ. ഇരുമ്പ് സത്തൊക്കെ ഉള്ള കാരണം മുടിക്ക് നല്ല ബ്ലാക്കും ഉണ്ടാവും. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ഇങ്ങനെ ഈ നെല്ലിക്കപ്പൊടി യൂസ് ചെയ്ത് വരുമ്പോൾ മുടിക്കുള്ള ആ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോ മുടി ഗ്രേ ഉള്ളവര്, നരച്ച മുടിയൊക്കെ ഉള്ളവരാണെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞ 2 പാക്ക് ഉണ്ടല്ലോ, ഹെയർ മാസ്കിന്റെ മുടി കറുപ്പിക്കുന്ന പാക്ക്, അത് തേക്കുന്നവർക്കും ഇത് തേക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ ഈ ഡൈ ഉപയോഗിക്കുന്നവർക്കും ഇത് ചെയ്യാം കേട്ടോ. ഇതുപോലെ എണ്ണകൾ തേക്കാം, മാറ്റി തേക്കാം. അതുപോലെ നെല്ലിക്കപ്പൊടി തേക്കാം, ആഴ്ചയിൽ ചിക്കക്കായ്പൊടി തേക്കാം, റീത്ത പൗഡർ എന്ന് പറഞ്ഞ് കിട്ടും, അത് തേക്കാം. ഇതെല്ലാം ആയുർവേദമാണ് കേട്ടോ. ഷാമ്പൂവിനും സോപ്പിനും പകരമുള്ളതാണ്. സോപ്പിനട്ട് ഉണ്ട്, പക്ഷെ സോപ്പിനട്ട് അധികം എടുക്കരുത്. നമ്മൾ 2 3 എടുത്തിട്ട് ചവച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിഴിഞ്ഞ് ആ വെള്ളം തലയിൽ തേക്കാം. അപ്പൊ സോപ്പിനട്ട് കൂടിയാലും അത് മുടി കൊഴിച്ചിലിന് കാരണമാകും. അപ്പൊ അത് അധികമൊന്നും എടുക്കണ്ട. അല്ലെങ്കിൽ അതിന് പകരം ഏറ്റവും ബെസ്റ്റ് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടി ആകുമ്പോൾ മുടിയും വളരും, മുടിക്ക് ബ്ലാക്കും ഉണ്ടാവും, ഹെൽത്തി ആയിട്ടിരിക്കും സ്കാൽപ്പും കാര്യങ്ങളും. പിന്നീട് വളരുന്ന മുടിയെല്ലാം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരും കേട്ടോ. ഫോളിക്കിൾസ് ഒക്കെ വികസിപ്പിക്കും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. സ്കാൽപ്പിന് ഹെൽത്തി ആയിട്ട് ഇരുത്തിയാൽ തന്നെ നമുക്ക് നല്ല മുടി വരും. പിന്നെ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല. ഈ നെല്ലിക്കപ്പൊടി തേക്കുമ്പോൾ മുടിയിൽ ഡ്രൈനെസ് ഉണ്ടാവില്ല, താരൻ പോലെയുള്ള ഒന്നും ഉണ്ടാവില്ല കേട്ടോ. താരൻ പോകാനായിട്ട് ഞാനൊരു ആര്യവേപ്പിന്റെ പൗഡറിന്റെ ഈ പൗഡർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. നല്ലതാണ് കേട്ടോ. മുടി വളരും. അതുപോലെ ഫംഗലായിട്ടുള്ള തലമുടിക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് മാറും കേട്ടോ. കായ പോലെയുള്ളതൊക്കെ മാറും. പിന്നെ ഈറൻമുടി നമ്മൾ ഒരിക്കലും കോംബ് ചെയ്യരുത് കേട്ടോ. കോംബ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുടിയിൽ കായ വരും, മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈറൻമുടി കെട്ടിവെക്കരുത്. കെട്ടിവെച്ചാലും ഇതുപോലെ കായ പോലെ വരും. പിന്നെ അത് ചിലപ്പോൾ എവിടെയാണോ കെട്ടിവെക്കുന്നത് അവിടെ ആയിരിക്കും വരുന്നത്, മുടിക്കായ എന്ന് പറയും. അത് അവിടം വെച്ചിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും അവിടം വെച്ചിട്ട്.
അതുപോലെ മുടി ഇടയ്ക്കിടയ്ക്ക് മുടി തുമ്പ് വെട്ടുന്നത് നല്ലതാണ്. സ്പ്ലിറ്റ് എൻഡ് ഇല്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ വെട്ടുമ്പോൾ നല്ല ദിവസം നോക്കി വെട്ടാം. അതുപോലെ ഈ മുടിയുടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കോംബ് ചെയ്യുക കേട്ടോ. കോമ്പിങ് മസാജ് എന്ന് പറയുന്നത്. അപ്പോൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇവിടുന്ന് തുമ്പ് വരെ ഇങ്ങനെ ഈരി കോംബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓയിൽ ചെയ്തിട്ട് ആഫ്റ്റർ അപ്ലൈയിങ് ഓയിൽ കേട്ടോ, ഓയിൽ ചെയ്തിട്ട് നമുക്ക് ഈ കോമ്പ് ഉപയോഗിച്ച് മസാജ് ചെയ്യാം. അപ്പോൾ ഈ കാലത്തും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പും നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ഈ കോമ്പ് കൊണ്ട് മസാജ് ചെയ്താൽ മുടി ധാരാളം വളരും കേട്ടോ. വളരുകയും ചെയ്യും, കൂടാതെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു മസാജിങ് ആണ്. അപ്പോൾ ഈ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് എല്ലാം വികസിക്കും. അപ്പം നമ്മുടെ ഒരു കസിൻ ഇതുപോലെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ കോമ്പിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ കുട്ടി ചെയ്തിട്ട് എന്നെ വിളിച്ച് റിസൾട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് അത് ചെയ്തു കാരണം മുടി ധാരാളം വളരുന്നുണ്ട് കേട്ടോ, മുടിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഡെയിലി 2 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു. രാവിലെയും ഒരു 5 മിനിറ്റ് മതി കേട്ടോ, രാവിലെയും അതുപോലെ രാത്രിയും. നമ്മൾ മുടി എപ്പോഴാണോ വിടുത്തി പിന്നിടുന്നത് അതിനു മുമ്പും നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഈ കോമ്പ് കൊണ്ടിട്ട് ഇങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലായിടത്തും ഇടുക. അപ്പോൾ സ്കാൽപ്പിൽ മുഴുവൻ ആ കോമ്പ് കൊള്ളും. അപ്പോൾ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് വല്ലതുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും കേട്ടോ. പിന്നെ അതും കൂടാതെ നമ്മളിങ്ങനെ ചെയ്യും തോറും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോൾ സ്കാൽപ്പ് ഹെൽത്തി ആവും. പിന്നെ അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആവും. അപ്പോൾ ഹെയർ ഗ്രോത്ത് പെട്ടെന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒരു കുട്ടിയല്ല, 2-3 പേര് എന്നോട് അഭിപ്രായം പറഞ്ഞു. അതിന് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്തോളൂ. അപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ എണ്ണയെല്ലാം നല്ലോണം തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ഇതുപോലെ കോമ്പിങ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ 2 നേരം കേട്ടോ, 5 മിനിറ്റ് മതി. രാവിലെയും അതുപോലെ ഈവനിങ് ആണോ രാത്രി എപ്പോഴാണോ നിങ്ങൾ മുടി കെട്ടി വയ്ക്കുന്നത് അതിന് മുമ്പായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അത് റിസൾട്ട് കിട്ടിയവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഈ അറ്റം മുതലേ ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ് തലോട് മുഴുവനും ഈ കോമ്പ് എത്തണം കേട്ടോ. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പം ഇത് ഒരുപാട് പേരിങ്ങനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തോളൂ, നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു വിദ്യകളാണ്. അപ്പോൾ ദിവസം 2 നേരം ചെയ്താൽ മതി. പിന്നെ വിറ്റാമിൻ അടങ്ങിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് അതേപോലെ കഴിക്കാം. കുക്കുംബറൊക്കെ ഇന്നലെ കാണിച്ചു തന്നല്ലോ, അതൊക്കെ ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ശരീരം തണുപ്പിക്കാം. മുടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളും തണുക്കാം. ശരീരം ചൂടാവുമ്പോൾ നമ്മുടെ ബോഡി ചൂടാവുമ്പോൾ ബ്ലഡ് ചൂടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മുടി കൊഴിച്ചിലുണ്ടാവും. അതാണ് ടെൻഷൻ പാടില്ല, സ്ട്രെസ് പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ അധികം പ്രഷർ കൂടുക, ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ശരീരം നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുറേ മുടി കൊഴിച്ചിലുണ്ടാവാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതുപോലെ കാച്ചിയ എണ്ണ വേണമെങ്കിൽ കാച്ചിയ എണ്ണ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നീലിബ്രിങ്ങാതി എങ്ങനെയാണ് നീലിബ്രിങ്ങാതി വെളിച്ചെണ്ണയോ എണ്ണ അത് ഏതാണോ നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്നത് അത് തേക്കാം കേട്ടോ. അതുപോലെ ഇതുപോലെ പറ്റുമെങ്കിൽ മുളപ്പിച്ചെടുക്കാം കേട്ടോ. എൻ്റെ ഒരു കസിന് US ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അവൾ അത് ചെയ്തിട്ട് എനിക്കത് മുളച്ച ഈ ഫെനുഗ്രീക്കിൻ്റെ ഇത് വെളിച്ചെണ്ണയിലിട്ടത് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തു എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യാം. അലവറ ജെല്ലിൽ വേണം ഇത് മുളപ്പിക്കാനായിട്ട്. അതായത് 2ആയിട്ട് പാതിയായിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. നെടുകെ മുറിച്ചിട്ട്
അതിനകത്ത് ജെല്ലിൽ വരണം എന്നേ ഉള്ളൂ. ഈ ഉലുവ നമ്മൾ വെക്കുമ്പോൾ ആ ജെല്ലിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ശ്രദ്ധിക്കാം. നമുക്ക് ഈസി ആയിട്ട് മുടി വളർത്താമേ. അതുപോലെ ഈസി ആയിട്ട് മുടി കൊഴിച്ചിൽ നിർത്തുകയും ചെയ്യാം. നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ മാറി മാറി ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ എണ്ണ തേക്കുന്ന വിധങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കൂടുതലും പാക്കിലാണ് ഞാൻ എണ്ണ കൂട്ടിച്ചേർത്ത് ചെയ്യിപ്പിക്കുന്നത്. അലോവേര പ്ലസ് ഒലിവ് ഓയിലൊക്കെ നല്ല റിസൾട്ടാണ്. അതുപോലെ പൊട്ടറ്റോ പീൽ പ്ലസ് ഒലിവ് ഓയിലൊക്കെ അതേപോലെ തന്നെയാണ് കുക്കുംബർ പ്ലസ് ഒലിവ് ഓയിൽ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് തന്നെ തോന്നണ്ടേ മുടി നല്ല ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നുന്നില്ലേ കാഴ്ചയിൽ കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അധികം പൈസയൊന്നും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുടി ഭംഗിയായി സൂക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.